നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു ഹൈബ്രിഡ് ഇൻവെർട്ടറും അതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയും തമ്മിലുള്ള എന്തുകൊണ്ടാണ് ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സൈറ്റിൽ നമ്മൾ കാണിക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. നമുക്ക് കാണാം ഇവിടെ UTLൻ്റെ ലിഥിയം ബാറ്ററി 51.2 വോൾട്ട് വരുന്ന 100 H വരുന്ന ഫുൾ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലിഥിയം ബാറ്ററിയാണ്. അത് 5.1 kWh സ്റ്റോറേജ് വരുന്നത്. പിന്നെ 3600 അതായത് 3.3 kW ഒരു UTL സോളാറിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് നമുക്ക് കാണുന്നത്. അത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു 3300 VA ലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ അറൗണ്ട് 6000 VA എന്ത് ചെയ്യാം, നമുക്ക് ഓവർലോഡും വരുന്നുണ്ട്. അതാണ് ഈ ഹൈബ്രിഡ് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമ്മുടെ UTLൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ അതുപോലെ തന്നെ നമ്മുടെ UTLൻ്റെ ലിഥിയം ബാറ്ററി നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് നമ്മളെ ബാറ്ററി സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ ലിഥിയം സെലക്ട് ചെയ്യാം. എന്നിട്ട് വേണ്ട രീതിയിലുള്ള ബാറ്ററി കപ്പാസിറ്റി അതുപോലെ തന്നെ മാക്സിമം ചാർജിങ് ആംപിയറും മാക്സിമം ഡിസ്ചാർജിങ് ആംപിയറെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ലിഥിയം മോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമ്മൾ 0 സെറ്റ് ചെയ്യാം. ഇത് ഈ ഒരു ഇൻവെർട്ടറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാറ്ററിയും തമ്മിലുള്ള കോമ്പാറ്റബിലിറ്റിക്കും കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് ചെയ്യുന്ന സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലിഥിയം മോഡ് 0 സെറ്റ് ചെയ്യാം. അപ്പോൾ ഇൻവെർട്ടർ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ ബാറ്ററി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എൻ്റർ ബട്ടൺ അമർത്തിയതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് CAN പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കാണാം. ഈ CAN പ്രോട്ടോക്കോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് 2ലാണ് സെറ്റ് ചെയ്യേണ്ടത്. CAN പ്രോട്ടോക്കോൾ 2ലാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് എൻ്റർ ചെയ്യാം. റൈറ്റിംഗ് കാണിക്കും. ഇത് ആൾറെഡി 2 സെറ്റ് ചെയ്ത ഒരു ബാറ്ററിയാണ്. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് പോകേണ്ടത് RS485 പ്രോട്ടോക്കോളാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ 5 സെലക്ട് ചെയ്യാം. ഇത് കാണാൻ കഴിയുന്നുണ്ടാവും 5. ആൾറെഡി 5ലാണ് സെറ്റ് ആയിട്ടുള്ളത്. നമ്മളൊന്ന് 5 ഒന്ന് എൻ്റർ അമർത്തുക. റൈറ്റിംഗ് കാണിക്കും. എന്നിട്ട് ബാക്ക് വരിക. ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യാനുള്ളത്. പിന്നെ ഈ ആഡ് എന്നുള്ളതിൽ സിംഗിൾ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 4 എന്നുള്ളത് മുകളിലോട്ട് 1 2 3 താഴോട്ടാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഈ പോർട്ടും ഇൻവെർട്ടറിൻ്റെ ഈ പോർട്ടും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇൻവെർട്ടറിൽ നമ്മൾ ഉള്ളിലത്തെ ഒരു വീഡിയോ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടി കണക്ട് ചെയ്യേണ്ടത് ഇതിലുള്ള BMS അതുപോലെ തന്നെ 485/CAN എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്നാണ് നമ്മൾ ഒരു CAT കേബിൾ, CAT 5, CAT 6, CAT 5 കേബിൾ ഏതെങ്കിലും ഒരു RJ45 കേബിൾ എടുത്തിട്ട് നമ്മളോട് കണക്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇൻവെർട്ടറിൻ്റെ കൂടെ വരുന്ന കേബിളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഈ പോർട്ടിലാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മളുടെ ഇൻവെർട്ടർ 2 ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററികൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണിത്. CAN പ്രോട്ടോക്കോൾ വരുന്നതാണിത്. ഇത് നമ്മുടെ ഇൻവെർട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷന് ഈ പോർട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്, DC സ്വിച്ചാണ്. ഇൻവെർട്ടർ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുള്ള നമ്മളുടെ ഈ പുഷ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് നമ്മളുടെ PV സ്വിച്ചാണ്. അത് സോളാറിൻ്റെ പാനലിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന റോട്ടറി സ്വിച്ചാണ് വരുന്നത്. അതിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത്. പിന്നെ തൊട്ട് താഴെ വരുന്നത് സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന നമ്മളെ MC4 കണക്ട് വരുന്ന ഇതിലോട്ടാണ് പോകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്വിച്ചിൻ്റെ ഉൾഭാഗത്തോട്ടാണ് ഇത് പോകുന്നത്. പിന്നെ ബാറ്ററിയുടെ ഇൻപുട്ട് ബാറ്ററി കൊടുക്കുന്ന പ്ലസും മൈനസും പിന്നെ അതുകൂടാതെ തന്നെ വിവിധതരം കമ്മ്യൂണിക്കേഷൻ വേണ്ടിയുള്ള പോർട്ടുകളാണ് കാണുന്നത്. ഇത് നമ്മളുടെ ഇൻവെർട്ടർ പാരലായി കണക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പോർട്ട്. അതുപോലെ തന്നെ ഈ പാരലൽ പോർട്ടെല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്മാർട്ട് മീറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പോർട്ടാണ്. കൂടാതെ പിന്നീട് വരുന്നത് ജനറേഷൻ സെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂട്രൽ ഫേസ് കൊടുക്കാനുള്ള ഒരു ടെർമിനലാണ് കാണുന്നത്. പിന്നെ ഇത് ഇൻപുട്ടാണ് ഫസ്റ്റ് വരുന്നത്. ലോഡാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ ഇൻപുട്ടാണ് ഏറ്റവും റൈറ്റ് എൻഡിൽ ന്യൂട്രൽ ഫേസ് കൊടുക്കുന്നത്. പിന്നെ എർത്ത് ഇവിടെ കൊടുത്തതായിട്ടും നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ കഴിയുന്നതാണ്.